അത് അല്പം മൂത്രമാത്രം ചേർത്തുണ്ടാക്കുന്ന ഈ ഔഷധം കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആണോ ഈ മീനിപ്പോൾ ആ ചേട്ടന്മാർക്ക് ചൂണ്ടിയിട്ട് കിട്ടിയതാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ കാമാക്ഷി കളിക്കുന്നില്ല, കുളിക്കുന്നില്ല, ചിരിക്കുന്നില്ല, ഉന്മേഷവതിയാവുന്നില്ല. കാരണം ഞാൻ പറയുന്നില്ല കേട്ടോ. കട്ടയാണെങ്കിൽ കട്ടയടിച്ചില്ല. അവിടുത്തെ ഫ്രീക്കനാട്ടാ. പിരാനോ എന്ന് പറയുന്ന മത്സ്യത്തെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. മനുഷ്യനെ തിന്നുന്ന ഒരു മത്സ്യമാണ്. മലയാറ്റൂർ മലയുടെ അടിവാരത്തുള്ള ഒരു ലൈക്കിനകത്തുള്ള ഒരു മീൻ വളർത്തലാണ് ഇത്. വല കെട്ടി തിരിച്ചും കഴിഞ്ഞിട്ട് ഇതിൽ മീൻ വളർത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിനൊരു റെസ്റ്റോറൻറ്റ് പോലെ അവിടെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താണെന്നുള്ളത്. മുളക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബെഞ്ച്, അതുപോലെ തന്നെ ടേബിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു സെറ്റപ്പാണ്. മലയാറ്റൂർ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പകൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഇതിലിങ്ങനെ നടക്കുമ്പോൾ കിടന്ന് ആടുന്നുണ്ട് കേട്ടോ. വളരെ ജീർണിച്ച് തുടങ്ങിയിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. ചേട്ടൻ്റെ പേരെന്താണ്? അപ്പോൾ അവിടെ എത്ര നാളായി ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്? 2 മാസമായി. ഇവിടെ എന്തൊക്കെ മീനാണ് ഇവിടെ ഉള്ളത്? ഇവിടെ എല്ലാ സൈസ് മീനുണ്ട്. എന്താണ്, വളർത്തു മീനാണോ അലങ്കാര മത്സ്യമാണോ? അലങ്കാര മത്സ്യം, വളർത്തുമീൻ, പിരാന, പിലോപ്പി, കട്ല, റോഗ്, കരിമീൻ, ഇതൊക്കെ ഇവിടെ വളർത്തുന്നതാണോ? ഇവിടെ വിൽപ്പനയുണ്ടോ? വിൽപ്പനയുണ്ട്. ഇപ്പൊ പിടിക്കാറായിട്ടുണ്ടാവല്ലോ. പിരാനുണ്ട്. ഇപ്പൊ മീന് തീറ്റ കൊടുക്കാൻ പോകണം അല്ലേ? എന്താണ് മീന് തീറ്റ കൊടുക്കുന്നത്? എന്താണ് സംഭവം? തീറ്റ എന്താണ് ഒന്ന് കാണിച്ചേ. ഇതാണ് തീറ്റ. ഓക്കെ. ആഹാ ആണോ, ഇതാണ് ഇവിടുത്തെ മീനുകൾ. അപ്പോൾ ഇതിന് തീറ്റയിട്ട് കൊടുക്കാൻ പോകണം. ഈ തീറ്റ ഇടുമ്പോൾ ഒരു പാഞ്ഞു കയറി വരുന്നുണ്ട്. ഇത് സാധനം എന്നിട്ട് തീറ്റത് പറയാൻ പോലെ സീക്രട്ടാണ്. അതായത് മത്സ്യത്തിന് കൊടുക്കുന്ന തീറ്റ സീക്രട്ടാണെന്ന് പൗലോസേട്ടൻ പറയണത്. അത് പറയാൻ പാടില്ല എത്ര. ഏതൊക്കെ തീറ്റ ഇട്ട് കഴിഞ്ഞപ്പോൾ അവന്മാര് ചാടി കയറി വരണം. ഇതാകുമ്പോൾ പിന്നെ വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല അല്ലേ? സെയിം വെള്ളമാണല്ലോ അല്ലേ? ഈ ലൈക്കിൽ മീൻ വളർത്തൽ ചെയ്യണതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടുകളിലൊക്കെ മീൻ വളർത്തൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണം. ഇവിടെ വെള്ളം മാറ്റണ്ട എന്നുള്ളതാണ്. നല്ല സെറ്റപ്പാണ് ഇവിടെ. മീൻ ടേസ്റ്റ് കൂടും അല്ലേ? അത് ലൈഫായിട്ട് പിടിച്ചു കൊടുക്കണേ. ലൈഫായിട്ട് പിടിച്ചു കൊടുക്കും. വരുന്നവർക്ക് ലൈവായിട്ട് പിടിച്ചു കൊടുക്കും. ഇപ്പൊ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ തരും. ഇപ്പൊ തരും. അതെ, കിലോയ്ക്ക് എത്ര? എന്താ 225 അല്ലേ? ഇത് പുറത്താണല്ലോ. അത് ആർക്കും പിടിക്കാം. അത് ആദ്യം ഈ കൂട് തന്നെ എനിക്ക് പാട് കൂടിയാണല്ലോ വളർത്തിക്കൊണ്ടിരുന്നത്. അത് പുറത്തേക്ക് ചാടിയതല്ലേ? ടൂർ വന്നപ്പോൾ യാദൃച്ഛികമായിട്ട് നമുക്ക് കാണാൻ പറ്റിയതാണ് ഒരു മീൻ വളർത്തൽ. ഈ മീൻ വളർത്തലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ലൈക്കിലാണ്. ഈ ലൈക്കിൻ്റെ നാച്ചുറലായിട്ട് അതിൽ കുറച്ച് ഏരിയ തിരിച്ച് കൊണ്ടാണ് ഒരു മീൻ വളർത്തുന്നത്. മീൻ ആവശ്യക്കാർക്ക് ഇവിടെ ലൈവായിട്ട് അവർ പിടിച്ച് കൊടുക്കുന്നുണ്ട്, പിടിച്ച് തരുന്നുണ്ട്. 1 കിലോയ്ക്ക് 225 രൂപയാണ്. പിന്നെ ക്ലീൻ ചെയ്ത് തരും. ഒന്ന് നോക്കുന്നത് എന്നാ ചേച്ചി, കാരണം നമ്മൾ തിന്നാത്ത മീൻ തിന്നണ്ടേ? കാരണം ഈ സിലോപ്പിയ തിന്ന് മടുത്ത്. അതുകൊണ്ട് എന്തായാലും പിരാന പിടിക്കേ. നമുക്ക് 2 കൂട്ടർ കൂടിയാണ് പരിശ്രമിക്കാൻ നന്നാക്കാൻ. വാ അങ്ങോട്ട് നോക്കാം. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചല്ലേ. ചേട്ടൻ വന്നേ, വേറെ ഒന്നും നോക്കാല്ലേ. വലയെടുക്കും 2 കിലോ പോരെ? പിരാനോ എന്ന് പറയുന്ന മത്സ്യത്തെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. മനുഷ്യനെ തിന്നുന്ന ഒരു മത്സ്യമാണ്. ആ മത്സ്യത്തെ നമ്മൾ തിന്നാൻ പോവാണ്. ഇന്നിപ്പോൾ അതേ പൗലോസേട്ടനെ ഞാൻ കൂട്ടുപിടിച്ച് വന്നിട്ട് നന്നാക്കാൻ പാടാണെന്ന് പറഞ്ഞാൽ, എന്നാലും പൗലോസേട്ടൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ പോകണം. ഞങ്ങൾ ബക്കറ്റൊക്കെ ആയിട്ടാണ് പോകണേ. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചർ കേട്ടോ. അത് മഴ പെയ്ത് പൂതിരിച്ച് കിടക്കണം പലക. നമ്മൾ നോക്കി നടക്കണം, ഇല്ലെങ്കിൽ താഴെ പോയാൽ നോ ഗ്യാരണ്ടി. പിരാനനെ നമ്മൾ വലിച്ച് കയറ്റാണ്. വലയിലുണ്ടെങ്കിൽ കിട്ടും. പിരാന പട്ടക്കുണ്ടല്ലോ. അങ്ങനെ ഇവിടെ പൗലോസേട്ടൻ ഉണ്ടല്ലോ, പിരാനാനെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. വലിയ വലിപ്പമൊന്നും ഇല്ല, എന്നാലും ഇതാ കണ്ടാ ജീവനുള്ള സാധനം. ലൈവാണ്. ലൈവ് 1 കിലോ. പൗലോസേട്ടൻ മീൻ പിടിച്ചു. പക്ഷെ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. ഞങ്ങൾ പറഞ്ഞു 2 വലുതാണ്. പൗലോസേട്ടൻ പറഞ്ഞു നമുക്ക് വലുതും ഉണ്ടായാൽ മതി. വീണ്ടും വലുത് പിടിക്കാനുള്ള ശ്രമം. ചാക്കര മുത്തേ വലുതിന് മാത്രം കിട്ടി. വലുതിന് കിട്ടി. ഇതുണ്ടല്ലോ വേണ്ട. നമ്മൾ വാങ്ങിട്ട് കൊടുക്കുക. ചൂണ്ട പൊട്ടിക്ക് വെക്കുന്നത്.
നമ്മളവിടെ പോയിട്ട് പിരാനോ വളർത്തുന്നതാണ് പിടിച്ചത്. അത് ചെറുതാണ്, 250 രൂപ. ഇവിടെ 2-3 കൂട്ടുകാരന്മാർ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ള പിരാനോ 2 കിലോ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ. നമുക്ക് നോക്കാം സംഭവം എന്തോരം ഉണ്ടെന്ന്. ചേട്ടാ എവിടെയാ ചേട്ടാ പിടിച്ച മീൻ? സാധനം ജീവനുണ്ടോ? ചാടി പോവോ? സാധനം പണിയാ. നോക്കടാ അങ്ങനെ നീക്കി വെറുതെ അതിനൊക്കെ അവരുന്ന് പുറത്തേക്ക്. ചേട്ടാ നിങ്ങൾ സ്ഥിരം ഇവിടെ ചൂണ്ടിരുന്നതാണോ? അത് കിട്ടാം. ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. കാരണം അവിടെ വളർത്തുന്ന ഒരു സെക്ഷനാണ്. അതിൻ്റെ തൊട്ട് പുറത്ത്, അതായത് കായലിൽ തന്നെ, ഈ ലൈക്കിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള മീൻ, അത് അതിൽ നിന്ന് ചാടിയതുണ്ടാകാം, അല്ലെങ്കിൽ അതിലത്തെ തീറ്റ കഴിക്കുന്ന മീനുകളുണ്ടാകും. എന്തായാലും ഇതിന് നാച്ചുറൽ ടേസ്റ്റ് ആയിരിക്കും. അത് ഈ ഇതേപോലെയുള്ള ചേട്ടന്മാർ ചൂണ്ടിയിട്ട് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ചൂണ്ടിയിട്ടപ്പോഴാണ് വലിയൊരു പിരാനനെ കിട്ടിയത്. അതിപ്പോൾ ഞാൻ കാണാം, ഈ മീനിപ്പോൾ ആ ചേട്ടന്മാർക്ക് ചൂണ്ടിയിട്ട് കിട്ടിയതാണ്. നമ്മളവിടെ പോയിട്ട് മേടിച്ചത് ആകെ 250 ഗ്രാമുള്ളൂ. ഇതൊരു 2 കിലോത്തോളം വരും. ഇതാണ് പിരാന. മനുഷ്യനെ തിന്നുന്ന മീനാണ്. ഇതിൻ്റെ പല്ലൊക്കെ ഉണ്ടോ? ഇത് ഇവർ ചൂണ്ടിയിട്ട് പിടിച്ചു. ഈ ചേട്ടനാണ് ഈ മീനെ ചൂണ്ടിയിട്ട് പിടിച്ചത്. ചേട്ടാ ഇതിനെ പിടിച്ച എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ്. സാധനം കിട്ടി കഴിഞ്ഞപ്പോൾ വലിച്ചു കയറ്റി ഇറക്കിട്ടു. ഇതിനിപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ വിൽക്കുക അല്ലെങ്കിൽ കൊണ്ടുപോയി കറി വെച്ചു ഒരിക്കലും വിൽക്കാറില്ല. ഇങ്ങനെ കിട്ടുന്ന വിൽക്കാറില്ല അല്ലേ? ഓക്കെ. ഞാനത് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ തരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ആഗ്രഹിച്ച് ചോദിച്ചിട്ടും അവർ പറഞ്ഞു ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ചത് ഞങ്ങൾ തന്നെ വറുത്തു എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഒന്നുകൂടി ചോദിച്ചു നോക്കാം, കിട്ടുമെന്നറിയാം. ചിലപ്പോൾ തന്നാലോ അല്ലേ? കൊടുക്കണ്ടേട്ടാ? ഇല്ല, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ മറ്റേ പിടിച്ച മീനെ ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മീനെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയും കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ട് അവനെ ക്ലീൻ ചെയ്തു. കേട്ടോ പിരാനനെ. അതുപോലെ അതുപോലെ ഇതിന് 3 ഇരട്ടിയുണ്ട്. അതായത് മലയാറ്റൂരിലെ ഫ്രീക്കൻ. വളരെ കഷ്ടപ്പെട്ടാണ് ഷാജിബായി ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത് വളരെ സിമ്പിൾ ഉണ്ടോ. നമ്മളിവിടെ പ്ലെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതായത് വലിയ മീനെ തൊലി പൊളിക്കാൻ വലിയ ബുദ്ധിമുട്ട്. അതായത് ഇങ്ങോട്ട് നോക്കിയാൽ ഒരു ഇലക്ട്രോണിക്സ് ബോർഡിൽ വർക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഷാജിബായി ഇതൊക്കെ ചെയ്യുന്നത്. മെക്കാനിക്കിന്റെ പണിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാമായ കണ്ണിലുണ്ണിയായ രോമാഞ്ചമായ ശക്തനായ ഷാജി. പിരാനനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൗലോസേട്ടൻ. പിരാനോ 2 ടൈപ്പ് ഉണ്ടെന്നാണ് ഇപ്പോൾ പൗലോസേട്ടൻ പറയുന്നത്. ഇത് പിരാനോ അല്ലേ? പിരാനോ എന്ന് പറഞ്ഞ സാധനം അത്ര അപകടകാരിയല്ല. എന്നാൽ മറ്റേ പിരാനോ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തിന്നുന്ന ഒരു പിരാനയാണ്. അതാണ് അപകടകാരി. മറ്റേ പിരാനോ ഉള്ളിടത്ത് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല, വലയൊക്കെ കണ്ടിച്ച് പോകും. ഇവൻ അത്രയ്ക്കാണ് അപകടകാരിയല്ല. എന്നാൽ ടേസ്റ്റിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ചുട്ട് വറുത്തിട്ട് തിന്ന് നോക്കാൻ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം പിരാനോ ഈ പരുവമായി. ആ പിടിച്ച പിരാനയുടെ ഒരു അവസ്ഥയെ ലേക്കിൽ കളിച്ചു നടന്ന പിടയ്ക്കുന്ന പിരാനയെ പിടിച്ച് വറുത്ത് തിന്നപ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് തോന്നി. അപ്പോൾ കൂടെ വന്ന കൂട്ടുകാരനൊരു മോഹം, ഇതിൽ 2 വീട്ടിലേക്ക് കൊണ്ടുപോകണം, അതും ജീവനോടെ. ഒന്നും നോക്കിയില്ല, പൗലോസേട്ടനോട് ആഗ്രഹം പറഞ്ഞു. 2 പിടിച്ചു, വെള്ളമൊഴിച്ചു, ജീവനോടെ തന്നെ പാക്ക് ചെയ്തു. പൗലോസേട്ടൻ പറഞ്ഞ പൈസയും കൊടുത്ത് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദിയും പറഞ്ഞ് താൽക്കാലികമായിട്ട് ഞങ്ങൾ മലയാറ്റൂരിൽ നിന്നും വിട പറഞ്ഞു. മനുഷ്യനെ തിന്നുന്ന മത്സ്യത്തെ ജീവനോടെ പിടിച്ചു കൊണ്ടുപോകുന്ന ടീമിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ മരുന്ന് പേര് 5 രൂപ മാത്രം. ഇത് അടുത്തുള്ള കള്ള് ഷാപ്പിൽ, ചാര ഷാപ്പിൽ, ബ്രാൻഡി ഷാപ്പിൽ, ബാർബർ ഷാപ്പിൽ കിട്ടുന്ന ഒന്നല്ല. ഇത് കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ കടുവകളിൽ ഓടിച്ചാടി നടക്കുന്ന മയിലിനെ പിടിച്ച് ആറ്റി ഊറ്റി വാറ്റി 13 സൈസ് പച്ചമരുന്ന് ചേർത്ത് യാതൊരു സൂത്രം കൂടാതെ അല്പം മൂത്രം മാത്രം ചേർത്തുണ്ടാക്കുന്ന ഈ ഔഷധം കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ കാമാക്ഷി കളിക്കുന്നില്ല, കുളിക്കുന്നില്ല, ചിരിക്കുന്നില്ല, ഉന്മേഷോതിയാവുന്നില്ല. കാരണം ഞാൻ പറയുന്നില്ല കേട്ടോ. കട്ടയാണെങ്കിൽ കട്ടയടിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് പട്ടയടിച്ച് ചറ്റപ്പൊഴിച്ച് അകത്ത് കിടന്ന് കുപ്പിയെടുത്ത് എണ്ണ വിട്ടോ. അപ്പോൾ നിങ്ങൾ ഉന്മേഷോതിയാവുന്നു, ഭാര്യ കാമാക്ഷി കളിക്കുന്നു, കുളിക്കുന്നു, ചിരിക്കുന്നു. 5 രൂപ മാത്രം. നമ്മുടെ പൗലോസേട്ടൻ അത് പുലിയാന്ന് മനസ്സിലായില്ലേ? ഇതാണ് വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പൗലോസേട്ടൻ്റെ വെറൈറ്റി. വാട്സ് എ കാർഡ് നൗ.